ഷുഗർ മാറുമോ, ഷുഗർ കുറയുമോ, മരുന്നില്ലാതെ ജീവിക്കാൻ സാധിക്കുമോ? ഇത്തരം ഒട്ടേറെ ചോദ്യങ്ങൾ പലരും ചോദിക്കാറുണ്ട്. അതിന് ഞാൻ അവരോട് തിരിച്ചു ചോദ്യമാണ് ചോദിക്കാറുള്ളത്. നിങ്ങൾ മാറാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഷുഗറിനെയും മാറ്റിയെടുക്കാന്ന് പറയും. കാരണം നമ്മളാരും പ്രമേഹത്തോടു കൂടി അല്ല ജനിക്കണത്. ഇത് ബാക്ടീരിയോ വൈറസോ ഫംഗസോ എങ്ങനെയായാലും രോഗാണുക്കൾ സമർത്തുന്ന രോഗമല്ല. അതുപോലെ കൊറോണ പോലെയുള്ള പകർച്ചവ്യാധി അല്ല. ഇനി പട്ടി കടിച്ചോ പാമ്പ് കടിച്ചോ അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റിയോ അങ്ങനെ വരുന്ന വിഷയമല്ല. ഇതൊരു മെറ്റബോളിക് ഡിസോർഡർ ആണ്. ഇതൊരു ജീവിതശൈലി രോഗമാണ്. ശരീരം ചോദിക്കാത്ത ജീവിതക്രമത്തിന്റെ ഫലമായിട്ട് നമ്മളുടെ എൻഡോക്രൈൻ സിസ്റ്റം അബ്നോർമൽ ആവുന്നു. പ്രധാനമായിട്ടും പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകളുടെ ഉൽപാദനക്ഷമത കുറഞ്ഞു പോകുന്നു. അതിന്റെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു പോകുന്നു. അപ്പോൾ ഇൻസുലിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നു. ഇൻസുലിന്റെ ക്വാണ്ടിറ്റി കൂടുന്നു. ഇതാണ് പ്രമേഹത്തിലേക്ക് നയിക്കുന്നത്. ഏതെങ്കിലും ഹോർമോൺ ശരീരത്തിൽ കൂടുകയോ കുറയോ ചെയ്താൽ ഹോർമോൺ ഇംബാലൻസിന് കാരണമായി തീരും. അപ്പോൾ പാൻക്രിയാസിന് വരുന്ന പ്രശ്നം പിറ്റ്യൂട്ടറിയെയും തൈറോയിഡിനെയും ടെസ്റ്റോസ്റ്ററിനെയും ബാക്കി എല്ലാ ഗ്രന്ഥികളെയും ബാധിക്കും. അങ്ങനെ ശരീരത്തിൽ ഒരു അവ്യവസ്ഥ ഉണ്ടാവുന്നു, ഒരു മെറ്റബോളിക് ഡിസോർഡർ ഉണ്ടാകുന്നു. അതുകൊണ്ട് പ്രമേഹം എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ്. ഡിസോർഡറിനെ മരുന്ന് ഓർഡർ ആക്കുക എന്നുള്ളതാണ്. ഡിസോർഡറിന് മരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പ്രമേഹം ഒരു രോഗമല്ല എന്നാണ്. രോഗമാണെങ്കിൽ നമുക്ക് ചികിത്സ മാറ്റാൻ സാധിക്കും. പനി വന്നാൽ മാറും, ജലദോഷം വന്നാൽ മാറും, ഡിസെൻട്രി വന്നാൽ മാറും, ഛർദിൽ വന്നാൽ മാറും. പ്രമേഹം ഒരു രോഗമല്ലാത്തതുകൊണ്ടാണ് മരുന്ന് കഴിച്ചാൽ മാറാത്തത്. നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളൊന്നും പ്രമേഹത്തെ മാറ്റാനുള്ള മരുന്നുകളല്ല, പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നാണ്. അതായത് ബ്ലഡിലെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നാണ്. ബ്ലഡിലെ ഷുഗർ കൂടുക എന്നുള്ള രോഗമല്ല, അത് ഡയബറ്റിസ് മെലിറ്റിസ് എന്ന രോഗത്തിന്റെ, പ്രമേഹം എന്ന രോഗത്തിന്റെ ലക്ഷണമാണ്. ലക്ഷണത്തെ കുറച്ചു കഴിഞ്ഞാൽ രോഗമില്ലാതെ ആവുന്നില്ല. രോഗം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും. അതിങ്ങനെ പതുക്കെ നമ്മളുടെ കാല്, കണ്ണ്, ലിവർ, ഹാർട്ട്, കിഡ്നി തുടങ്ങിയ പല പല അവയവങ്ങളെ രോഗാതുരമാക്കും. അതുപോലെ നമ്മളുടെ ബ്രെയിനെ ബാധിച്ച് ഉറക്കക്കുറവ്, ഓർമ്മക്കുറവ്, അൾഷിമേഴ്സ്, സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാവാം. ഒട്ടേറെ പേർക്ക് ലൈംഗികശേഷി കുറഞ്ഞ് കുടുംബജീവിതത്തിന്റെ താളവും ലയവും തെറ്റിപ്പോകുന്നുണ്ട്. ഇവരൊക്കെ കൃത്യമായി ഹോസ്പിറ്റലിൽ പോവുകയും മരുന്ന് കഴിച്ച് ബ്ലഡിലെ ഷുഗറിനെ കൺട്രോളിൽ നിർത്തുന്നവരുമാണ്. ഇങ്ങനെ കൺട്രോളിങ് നിർത്തിയിട്ട് മാത്രം കാര്യമില്ലെന്ന് എനിക്ക് പറയാനുള്ളത്. മരുന്ന് കഴിച്ചുള്ള കൺട്രോളിങ് അല്ല, ആഹാരത്തിലൂടെയും വ്യായാമത്തിലൂടെയും കൺട്രോളിങ് നടത്തിയാൽ മാത്രമാണ് നമുക്ക് അതിന്റെ ശരിയായ പ്രയോജനം കിട്ടുള്ളൂ. ഞാൻ ആശുപത്രിയോ ഡോക്ടറോ മരുന്നിനോ ഒന്നും എതിർക്കല്ല ചെയ്യണത്. കാരണം മരുന്ന് കഴിച്ച് ഇന്ന് വരെ ആരുടെയും പ്രമേഹം മാറിയിട്ടില്ല. പ്രമേഹം എന്ന രോഗം ആരുടെയും കുറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഈ പ്രമേഹത്തിന് രക്ഷപ്പെടാമെന്ന് ആലോചിക്കുക. ഉണ്ട് എന്ന് എനിക്ക് പറയാനുള്ളത്. ഇതാണ് പ്രകൃതിയുടെ മാർഗം. യഥാർത്ഥമായിട്ടുള്ള പ്രമേഹത്തിന്റെ കാരണത്തെയാണ് നമ്മൾ ഇല്ലാതെയാക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ ആധിക്യമാണ്. അതായത് നമ്മളുടെ ആഹാരത്തെ ന്യൂട്രീഷൻ ഇംബാലൻസ് ആണ് കാരണം. അത് നമ്മൾ ബാലൻസ് ആയിട്ട് ഡയറ്റിലേക്ക് കൊണ്ടുവരുന്നു. വ്യായാമം, രണ്ടാമത്തെ വിഷയം വ്യായാമത്തിന് കുറവാണ്. ഇത് നിങ്ങൾക്ക് മിക്കവാറും പേർക്കും അറിയാം. അതുകൊണ്ട് പ്രമേഹമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആഹാരത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. ചോറ് കുറച്ചിട്ട് ചപ്പാത്തിയിലേക്ക് പോവും, ചിലർ ഓട്സിലേക്ക് പോവും, മറ്റു ചിലർ റാഗി കഴിക്കാൻ തുടങ്ങും. ഇങ്ങനെ ചില മാറ്റങ്ങളൊക്കെ നിങ്ങൾ വരുത്തും. അതുപോലെ രാവിലെ എന്തെങ്കിലും നടക്കാൻ തുടങ്ങും. ഇത് മാത്രം പോരാ എന്ന് എനിക്ക് പറയാനുള്ളത്. പ്രമേഹം ബാധിക്കുന്നത് നമ്മളുടെ സെല്ലുകളെയാണ്. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ള സെല്ലുകൾ കൊണ്ടാണ്. അനവധി ട്രില്യൺ സെല്ലുകൾ ശരീരത്തിന്റെ. ഈ ഓരോ സെല്ലുകളെയുമാണ് ഈ രോഗം ബാധിക്കുന്നത്. അതായത് ആഴത്തിലുള്ള സമഗ്രമായിട്ടുള്ള ഒരു വ്യാപനമാണ് ഉള്ളിൽ നടന്നിട്ടുള്ളത്. അതിന്റെ മെറ്റോകോൺട്രിയ കയറി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഗ്ലൂക്കോസിന് ഊർജമായി തീരാൻ സാധിക്കുന്നില്ല എന്നാണ് വിഷയം. അപ്പോഴാണ് ശരീരത്തിന് ക്ഷീണം, തളർച്ച, മെലിച്ചിൽ, അതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതിന് ഈ ഒരു ഗുളിയോ അല്ലെങ്കിൽ അല്പം ഇൻസുലിനെ പോരാ, ഒരു സമഗ്രമായ സമീപനം വേണം. ഇതാണ് ഞങ്ങൾ നേച്ചർ ലൈഫിലൂടെ, പ്രകൃതി ജീവനത്തിലൂടെ പരിശീലിപ്പിക്കുന്നത്. അല്പം പരിശീലനം ഇതിന് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ഈ ആഹാരത്തിൽ മാറ്റം വരുത്തുന്നത് നല്ലതാണ്, നടക്കുന്നത് നല്ലതാണ്. ഇത് മാത്രം പോരാ എനിക്ക് പറയാനുള്ളത്. കുറച്ചുകൂടി ഒരു മാറ്റം ആവശ്യമാണ്. കാരണം ഇതിനു വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് ശരിയായ ഒരു ഡയറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുവരും, ഒരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക്. ആഹാരം വെട്ടിക്കുറയ്ക്കല്ല ചെയ്യണത്. നിങ്ങൾ വയർ നിറച്ച ആഹാരം കഴിപ്പിക്കും. പക്ഷെ അതിനകത്ത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡ്, അതുപോലെ പ്രോട്ടീനും ഫാറ്റും കൂട്ടി അങ്ങനെ ഷുഗർ റിവേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷുഗർ റിവേഴ്സ് ഫ്രണ്ട്ലി ആയ ഒരു ഡയറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. ആദ്യം ചെയ്യുന്ന പണി അതാണ്. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് സമഗ്രമായ വ്യായാമം. നമ്മളുടെ മസിലുകൾക്ക്, നമ്മളുടെ ജോയിന്റുകൾക്ക്, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്, ഞരമ്പുകൾക്ക്, നാഡികൾക്ക് എല്ലാം വ്യായാമം കിട്ടുന്ന തരത്തിലുള്ള സമഗ്രമായിട്ടുള്ള ഒരു വ്യായാമം, എന്നുവെച്ചാൽ ലഘുവായ വ്യായാമമാണ്. അത്തരം ഒരു വ്യായാമം നിങ്ങളെ അഭ്യസിപ്പിക്കും. മൂന്നാമത് അല്പം ബ്രീത്തിങ് എക്സസൈസ്, അല്പം പ്രാണായാമം, ശ്വാസവ്യായാമം ആവശ്യമാണ്. അത് നമുക്കിടെ ന്യൂറോപ്പതി തടഞ്ഞു നിർത്താൻ അത്യന്താപേക്ഷിതമാണ്. പ്രമേഹമുള്ള 90% പേർക്കും ഇന്നല്ലെങ്കിൽ നാളെ ന്യൂറോപ്പതി ബാധിക്കും.
കാരണം നമ്മളുടെ ബ്ലഡിലൂടെ ഒഴുകുന്ന ഷുഗർ കൂടിയ, കൊളസ്ട്രോൾ കൂടിയ, ഇൻസുലിൻ കൂടിയ ബ്ലഡാണ് ഇതിന് കാരണം. അപ്പൊ അങ്ങനെ വരുന്ന ന്യൂറോപ്പതിയെ തടയാനും നമ്മളിലെ അടഞ്ഞുപോയ ഞരമ്പുകളൊക്കെ തുറക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പ്രാണായാമത്തിലേക്ക് വരണം. ഇതിനാവശ്യമായ ചില ബ്രീത്തിങ് എക്സസൈസ് നിങ്ങളെ അഭ്യസിപ്പിക്കും. ഇതുകൂടാതെ ചില പ്ലാന്റ് മെഡിസിൻസ് ഉണ്ട്, നമ്മുടെ ശരീരം ദോഷകരമൊന്നും അല്ലാത്ത നമുക്ക് ഇത് വന്നു പോയിട്ടുള്ള ഡാമേജുകളെ പരിഹരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ചില ആഹാരങ്ങൾ തന്നെയായിട്ടുള്ള ഔഷധങ്ങൾ, അത്തരം കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തും. പിന്നെ വർദ്ധിച്ച സ്ട്രെസ് നമ്മളുടെ ഷുഗറിനെ വർദ്ധിപ്പിക്കും. ചോറിനോട്ടും ചപ്പാത്തിനോട്ടും മാത്രമല്ല ഷുഗർ ഉണ്ടാവുന്നത്, ഒരു പരിധി വരെ നമ്മളുടെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളും ഈ ഷുഗറിനെ വർദ്ധിപ്പിക്കും, സ്ട്രെസ്സൊക്കെ വർദ്ധിപ്പിക്കും. അത് കുറയ്ക്കാൻ ആവശ്യമായ ചില മെത്തേഡുകൾ പഠിപ്പിക്കും. ഇങ്ങനെ 4 വഴിക്കാണ് ഞങ്ങൾ സ്വീകരിക്കണത്. ഇതൊക്കെ ഞാൻ പറയും, പലരും പറയും സാറേ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ രാവിലെ പോയിട്ട് ഒരു ഗുളിക കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നുണ്ട്, എന്റെ ബ്ലഡിലെ ഷുഗറെ കൺട്രോൾ ചെയ്യാണ്, കാലിന് പ്രശ്നമില്ല, കണ്ണിന് പ്രശ്നമില്ല, സെക്സിന് പ്രശ്നമില്ല, ബ്രെയിനിന് ഇതൊക്കെ ശരിയാണ് നിങ്ങൾ പറയണത്. ഒക്കെ വരാൻ കാത്തു നിൽക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. വന്നു കഴിഞ്ഞാൽ പിന്നെ മാറ്റം എളുപ്പമല്ല. പല രോഗങ്ങൾക്കും റിവേഴ്സ് ഗിയർ ഇല്ല എന്ന് മനസ്സിലാണ്. പ്രത്യേകിച്ച് ന്യൂറോപ്പതിക്ക്, നെഫ്രോപ്പതിക്ക്, റെറ്റിനോപ്പതിക്ക്, ഇത്തരം രോഗങ്ങൾക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. ഒരു ആശുപത്രി ഇപ്പോൾ ഒരു മരുന്ന് കഴിച്ചാൽ നമുക്കൊന്ന് മാറ്റാൻ സാധിക്കില്ല. ഇത് എല്ലാവർക്കും വന്നുകൊള്ളുന്നില്ല, പക്ഷെ നമുക്ക് വരില്ല എന്ന് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് ഇത്തരം രോഗങ്ങൾ വരാൻ കാത്തു നിൽക്കരുത്. നമ്മളൊരു ഷുഗർ പേഷ്യന്റ് ആണെങ്കിൽ നമ്മളുടെ ബ്ലഡിലെ ഷുഗർ കൂടുതലുണ്ടെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് തൊട്ട് നിങ്ങൾ ഈ ഷുഗറിന്റെ അസ്വസ്ഥതകള്, ഷുഗറിന്റെ പീഡകള്, ഷുഗറിന്റെ വിനകള് നാളെ വരാതിരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തണം എന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ശരീരമാണ് ഏറ്റവും വലിയ ധനം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സുഖവും സന്തോഷമൊക്കെ അനുഭവിക്കാൻ സാധിക്കുള്ളൂ. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ വിധത്തിലുള്ള ജീവിത വിജയങ്ങൾ സാധിക്കുകയുള്ളൂ. ഇത് വീക്കായി പോയാൽ പോയി. പ്രമേഹമുള്ള 90% പേരും പല തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുകയാണ്. അവർക്ക് വേണ്ടത്ര ജീവിത വിജയം വരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇത്തരം ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾക്ക് കാത്തു നിൽക്കാതെ ഇത് വരുമെന്ന് കരുതി കൂട്ടി നമുക്ക് വരാതിരിക്കാനുള്ള ശ്രമം നടത്തണം എനിക്ക് പറയാനുള്ളത്. അഥവാ നിങ്ങൾക്ക് ഇത്തരം രോഗങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് പോകാതെ തടഞ്ഞു നിർത്തണം. ഇതിന് നമുക്ക് ഈ പ്രകൃതി ജീവനത്തിലൂടെ സാധ്യമാണ്, മരുന്ന് കൊണ്ട് മാത്രം സാധ്യമല്ല. ഞാൻ ആശുപത്രിയോ ഡോക്ടർമാരെയോ മരുന്നിനെയോ കുറ്റം പറയല്ല. പ്രമേഹത്തെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റിയ ഒരു മരുന്നും ലോകത്ത് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടില്ല എന്നാണ് സത്യം. മരുന്ന് പല പ്രമേഹാനുബന്ധ രോഗങ്ങളെ മാറ്റാൻ പറ്റിയ മരുന്നുകളില്ല. അതുകൊണ്ട് പോയാൽ പോയി, റിവേഴ്സ് ഗിയർ ഇല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇന്ന് തന്നെ ഷുഗർ റിവേഴ്സിന് എന്തൊക്കെ വേണമെന്നുള്ള അറിവ് ആർജിക്കുക. അറിവാണ് ആരോഗ്യം, അറിവില്ലായ്മയാണ് രോഗം. അറിവുള്ളവർ ശരിയായ ഡയറ്റിലൂടെയും ശരിയായ എക്സസൈസിലൂടെയും സുഖസന്തോഷമായിട്ട് ജീവിക്കും. 100 വയസ്സായാലും അവരുടെ കിഡ്നിയെയും ലിവറിനെയും ബ്രെയിനിനൊന്നും ഈ പ്രമേഹം ബാധിക്കാൻ പോകുന്നില്ല. അല്ലാത്ത ആളുകളാണ് ആശുപത്രിയെ മാത്രം ശരണം പ്രാപിച്ച് മരുന്നുകൊണ്ട് മാത്രം രോഗം മാറ്റാമെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് പോയി കുഴിയിൽ ചാടുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ശരിയായ പ്രകൃതിയുടെ മാർഗത്തിലേക്ക്, ശരിയായ ആഹാരത്തിലേക്കും ശരിയായ വ്യായാമത്തിലേക്കും ശരിയായ ബ്രീത്തിങ്ങിലേക്കും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വിജ്ഞാനമാണ് വർഷങ്ങളായിട്ട് മൂവാറ്റുപുഴ സുഖജീവൻ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് ആളുകൾ ഇതിലേക്ക് വന്ന് ഷുഗർ കുറഞ്ഞും ഷുഗർ റിലേറ്റഡ് ഡിസീസ് കുറഞ്ഞിട്ടും മരുന്നുകൾ കുറച്ചും മരുന്നുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയും സുഖ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇത് സാധിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്.